അത്തരം നരാധമന്മാർക്ക് 200 ഗ്രാം മട്ടനും 400 ഗ്രാം ചിക്കനും കൊടുത്ത് സുഗലോലുപതയിലേക്ക് ആനയിക്കുന്നതിന് പകരം വേണ്ടി വന്നാൽ നടു റോട്ടിൽ പട്ടണ ഒരുക്കുക. അതാണ് സമൂഹത്തിന്റെ നിലനിൽപ്പിന് അഭികാമ്യമായിട്ടുള്ളത്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ജസ്നയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ചുറ്റുപാടും നടക്കുന്ന സംഭവങ്ങൾ എങ്ങനെ ആളുകളിലേക്ക് ഏറ്റവും പെട്ടെന്ന് എത്തിക്കുക എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനൊരു സൊല്യൂഷൻ ഈ കൊച്ചു മിടുക്കം പറഞ്ഞു തരാന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത്. സംഭവം എന്താണെന്നൊന്നും എനിക്ക് അറിയില്ല. നമുക്ക് അവനോട് തന്നെ ചോദിച്ചു നോക്കാം. എന്താ മോന്റെ പേര്? അഹമ്മദ് റഷാദ്. ഇപ്പൊ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഒരുപാട് വിപത്തുകൾ ഉണ്ടല്ലോ അല്ലെ? അതിൽ നമ്മളെ ഏറ്റവും ടെൻഷൻ ആക്കണ എന്താ? ലഹരി. അപ്പൊ ഈ ലഹരിക്ക് എതിരായിട്ട് എങ്ങനെയാണ് മോന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാന്ന് പറഞ്ഞത്? പ്രസംഗിക്കും അല്ലെ? അപ്പൊ ഈ പ്രസംഗത്തിലൂടെ ലഹരിക്കെതിരായിട്ട് കുറെ കാര്യങ്ങൾ സംസാരിക്കാൻ കഴിയുന്നുണ്ടോ? അപ്പൊ നമുക്ക് ഒന്ന് കേട്ടു നോക്കാം. മോനെ ലഹരിക്കെതിരായിട്ട് നന്നായിട്ട് നമുക്ക് സംസാരിച്ചിട്ട് ആളുകളിലേക്ക് ഈ ഒരു തീം എത്തിക്കാന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്കൊന്ന് കേട്ടു നോക്കാം. ഏറ്റവും ബഹുമാന്യരായ ഗുരുനാഥന്മാരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, നാട്ടുകാരെ, നിങ്ങൾക്ക് എന്റെ സ്നേഹാഭിവാദ്യങ്ങൾ. നാം ഏവരും വളരെ അധികം ഗൗരവത്തോടെ മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യേണ്ടുന്ന സുപ്രധാനമായ ഒരു വിഷയത്തെ പുരസ്കരിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത്. മാനവരാശി അതിന്റെ ആദ്യം മുതൽ ഒട്ടനവധി ദുരന്തങ്ങളും വൈതരണികളും കടമ്പകളും നേരിടുകയും ആ പ്രതിസന്ധികൾ അഖിലവും നിഷ്പ്രയാസം തരണം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ നാം രക്ഷ പ്രാപിക്കാൻ ഒരു വഴിയും പഴുതും കാണാതെ പരിഭ്രാന്തിയോടെ വിറങ്ങലിച്ചു നിൽക്കുന്ന ഭീകരവും ബീഭത്സവുമായ ഒരു മഹാമാരിയാണ് നമ്മുടെ സമൂഹത്തെ കാർന്നു തിന്നുന്ന ലഹരി എന്ന കൊടും വിപത്ത്. മദ്യവും മയക്കുമരുന്നുമൊക്കെ ഉപയോഗിച്ചു തുടങ്ങുന്ന പ്രായം മുൻപത്തേക്കാൾ ഭയാനകമായി താഴേക്ക് വന്നിരിക്കുന്നു. 16ഉം 17ഉം ഒക്കെ ആയിരുന്നത് ഇപ്പോൾ 12ഉം 14ഉം വയസ്സായി കുറഞ്ഞിരിക്കുന്നു. ലഹരി ഉപയോഗം മാരകമായ ഒരു വിപത്തായി മാറിയിരിക്കുന്നു. ലഹരി മരുന്നിനോടുള്ള അടിമത്വം വ്യക്തിക്കും കുടുംബത്തിനും മാത്രമല്ല നാശനഷ്ടങ്ങൾ വരുത്തിവെക്കുന്നത്, മറിച്ച് സമൂഹത്തിന്റെ ആരോഗ്യവും സാമ്പത്തിക സാംസ്കാരിക സുസ്ഥിരതയും അത് നശിപ്പിക്കുന്നു. തുടക്കത്തിൽ രസത്തിനും കൗതുകത്തിനും ഉപയോഗിക്കുന്ന ലഹരി മരുന്നുകൾ തകർത്തെറിയുന്നതും കവർന്നെടുക്കുന്നതും ജീവിതത്തിന്റെ സർവ്വവർണ്ണങ്ങളെയും അഭിലാഷങ്ങളെയുമാണ്. ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് വിളംബരം ചെയ്ത വർത്തമാനകാല കേരളത്തിന്റെ കൗമാരവും യൗവനവും ലഹരി എന്ന ചെകുത്താന്റെ കരാള കരങ്ങളിൽപ്പെട്ട് നട്ടം തിരിയുന്നു. ജന്മം നൽകിയ മാതാവിനെ ജനിപ്പിച്ചതിന്റെ കടം വീട്ടാൻ ഞാൻ കഴുത്തറുത്ത് കൊന്നിരിക്കുന്നു എന്ന് പൊതുസമൂഹത്തോട് പൈശാചികമായ ചേഷ്ടയിൽ വിളിച്ചു പറയുന്ന യൗവനവും പ്രിയപ്പെട്ട മാതാവിനെ ചുറ്റികക്ക് തലയോട്ടി അടിച്ച് പൊട്ടിച്ച് നിഷ്കരുണം കൊന്നുകളയുന്നതും, ഒരേ ഉദരത്തിൽ ജനിച്ചു വളർന്ന പ്രിയപ്പെട്ടവനായ തന്റെ കുഞ്ഞനുജന്റെ കപാലം ചുറ്റികക്കടിച്ച് പൊട്ടിച്ച് നിഷ്കരുണം കൊന്നുകളയുന്നതും, വാർദ്ധക്യത്തിലെത്തിയ മുത്തശ്ശനെയും മുത്തശ്ശിയെയും തല്ലിക്കൊല്ലുന്നതും, ഒരേ ഉദരത്തിൽ ജനിച്ചു വളർന്നു കൂടെ ജീവിച്ച തന്റെ സഹോദരിയുടെ പുണ്യമേനിയിൽ രതിക്രീഡയാൽ നൃത്തമാടുന്നതിലേക്കും കേരളത്തിന്റെ കൗമാരത്തെയും യൗവനത്തെയും സാംസ്കാരികമായി തകർത്തെറിഞ്ഞത് ലഹരി എന്ന കൊടും പാഷാണമല്ലാതെ മറ്റാരാണ്? പറക്കമുറ്റിയിട്ടില്ലാത്ത, ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ചിട്ട് പോലുമില്ലാത്ത 10ാം ക്ലാസ്സിലെ പാവം ഷഹബാസിന്റെ കണ്ണ് കുത്തി പൊട്ടിച്ചിട്ടും കലിയടങ്ങാതെ തല്ലിക്കൊല്ലാൻ സോഷ്യൽ മീഡിയ വഴി ഭീകരമായി ആഹ്വാനം നടത്തിയവർ, അവസാനം കൊലവിളിച്ച് സംഹാര താണ്ഡവ നൃത്തമാടുന്ന വർത്തമാനകാല കേരളത്തിന്റെ ലക്കും ലഗാനവുമില്ലാത്ത രാസലഹരിയാൽ ഭ്രാന്ത് പിടിച്ച കേരളത്തിന്റെ കൊടൂര കൗമാരമേ, എവിടേക്കാണ് നിങ്ങൾ പോകുന്നത്? അപ്പോൾ നിങ്ങൾ എവിടേക്കാണ് പോകുന്നത്? സിന്തറ്റിക് രാസലഹരിയുടെ ഉന്മാദത്തിന്റെ തമോഗർത്തത്തിൽ തകർന്നടിയും മുമ്പ് തിരിച്ചു വിളിക്കേണ്ടിയിരിക്കുന്നു. ഈ സമൂഹത്തെ തിരിച്ചു നടത്തേണ്ട കാലം ഭീകരമായി അതിക്രമിച്ചു പോയിരിക്കുന്നു. അക്രമത്തിനും അരാജകത്വത്തിനും ലഹരിയുടെ ഉന്മാദത്തിനും പ്രോത്സാഹനം നൽകുന്ന, അതിനെ ഗ്ലോറിഫൈ ചെയ്യുന്ന സിനിമകൾ, സീരിയലുകൾ, കഥകൾ, നോവലുകൾ, കവിതകൾ, സാഹിത്യങ്ങൾ ഒന്നും തന്നെ നാം പ്രോത്സാഹിപ്പിക്കരുത്. അത്തരം സാഹിത്യങ്ങളിലെ സൈക്കോപാത്തുകളായ ലഹരിയുടെ രാസലീലയിൽ അഭിരമിക്കുന്ന അരാജകത്വങ്ങൾക്ക് നെടുനായകത്വം വഹിക്കുന്ന നായകന്മാരിൽ നിന്നും നമ്മുടെ മക്കൾ മാതൃക കണ്ടെത്താതിരിക്കട്ടെ. നമ്മുടെ മക്കളെ അവയുമായി സമീപിക്കാൻ പോലും നാം അനുവദിക്കരുത്. കുഞ്ഞുനാളിലെ ഈ അവബോധം നമ്മുടെ മക്കൾക്ക് കർശനമായും പകർന്നു നൽകുക. ജീവിതമാണ് ലഹരി എന്ന സുന്ദരമായ പരമാർത്ഥം നമ്മുടെ ജീവിതത്തിൽ പകർത്തുന്നതോടൊപ്പം മറ്റുള്ളവരിലേക്ക് പകരാനും നാം പ്രയത്നിക്കുക. നമ്മുടെ കൗമാരങ്ങളുടെയും യൗവനത്തിന്റെയും
അടിവേറിറക്കാൻ ഒരുമ്പെട്ടിറങ്ങുന്ന പിശാചിന്റെ സന്തതികൾക്കെതിരിൽ അതിശക്തമായ നിയമങ്ങൾ ഉണ്ടാവട്ടെ. അത്തരം നരാധമന്മാർക്ക് 200 ഗ്രാം മട്ടനും 400 ഗ്രാം ചിക്കനും കൊടുത്ത് സുഗലോലുപതയിലേക്ക് ആനയിക്കുന്നതിന് പകരം വേണ്ടി വന്നാൽ നടു റോട്ടിൽ പട്ടണ ഒരുക്കുക. അതാണ് സമൂഹത്തിന്റെ നിലനിൽപ്പിന് അഭികാമ്യമായിട്ടുള്ളത്. ലഹരി വിമുക്ത നവകേരളം പുനഃസൃഷ്ടിക്കാൻ നാം ഓരോരുത്തരും ഒത്തൊരുമയോടെ പ്രവർത്തിക്കുക, പരിശ്രമിക്കുക, പ്രാർത്ഥിക്കുക. സുന്ദരമായൊരു നല്ല കാലത്തെ ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. ജയ് ഹിന്ദ്. അടിപൊളി അല്ലേ? നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിപത്തിനെതിരെ അടിപൊളിയായിട്ട് സംസാരിച്ചു. അപ്പോ ഇവര് ജീവിത ലഹരി എന്ന് സംസാരിക്കുമ്പോഴും ഇവന് പ്രസംഗമാണ് ലഹരി കേട്ടോ. നല്ല അടിപൊളിയായിട്ട് പ്രസംഗിച്ചിട്ടുണ്ട്. അപ്പൊ അത് നമ്മളെ റിയൽ ലൈഫാണ് അവൻ സംസാരിച്ചിട്ടുള്ളത്, അല്ലാതെ ഒരു പ്രസംഗത്തിന് വേണ്ടി അവിടുന്നും ഇവിടുന്നും എഴുതിയ കുറെ വാക്കുകളല്ല. അല്ലാതെ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങള് അതിൽ നിന്ന് മാറാൻ വേണ്ടി നമ്മുടെ സമൂഹത്തിനുള്ള ഒരു അവബോധമാണ്. അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. കാരണം എത്ര പറഞ്ഞാലും മതിയാവാത്ത ഒരു വിപത്തായി മാറിക്കൊണ്ടിരിക്കുകയാണ് ലഹരി. അപ്പൊ ഈ ലഹരിക്കെതിരെ ഈ കുഞ്ഞു മക്കൾ സംസാരിക്കുമ്പോൾ അത് കേൾക്കാനും അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പൊ നമുക്ക് ഇതോടെ അതിന്റെ അപ്പ് ചെയ്താലോ? ഓക്കെ. അപ്പൊ ഇനിയും നല്ല അടിപൊളി പ്രസംഗങ്ങളുമായിട്ട് ഞങ്ങൾ പിന്നെ വരാം. അപ്പൊ ജസ്റ്റ് വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.